ഹായ് ഓൾ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു BJT ആംപ്ലിഫയറിൻ്റെ AC ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് മോഡലിനെ പറ്റിയാണ്. അന്നേരം എന്താണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് മോഡൽ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ വൈ വി ആർ യൂസിങ് ഇക്വലൻറ്റ് മോഡൽ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പം ഇക്വലൻറ്റ് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ്, കുറേ സർക്യൂട്ട് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്, റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ. ഈസ് ചൂസൺ ബെസ്റ്റ് ടു റെപ്രസെൻറ്റ് ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ഡിവൈസ് അണ്ടർ സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൽ ആ ഡിവൈസിൻ്റെ ആക്ച്വൽ ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വലൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. വൈ വി ആർ യൂസിങ് ഇക്വലൻറ്റ് മോഡൽ? നമുക്ക് എന്തിനാണ് ഇക്വലൻറ്റ് മോഡൽ? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് അപ്ലൈ നെറ്റ്വർക്ക് തിയറംസ് ഡയറക്റ്റ്ലി ഓൺ പ്രാക്ടിക്കൽ ഡിവൈസസ്. നമുക്ക് നെറ്റ്വർക്ക് തിയറംസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഡിവൈസസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് ദ ഇക്വലൻറ്റ് മോഡൽ ടു യൂസ് ദിസ് തിയറം ടു ഫൈൻഡ് ഔട്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്. നമുക്ക് പല നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കണമെങ്കിൽ we have to use this equivalent model. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റിയാണ്. അന്നേരം ട്രാൻസിസ്റ്ററിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഇക്വലൻറ്റ് മോഡൽസ് പരിചയപ്പെടാം. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന സ്മാൾ സിഗ്നൽ അല്ലെങ്കിൽ ഇക്വലൻറ്റ് മോഡൽസാണ് ഹൈബ്രിഡ് മോഡൽ, RE മോഡൽ, ഹൈബ്രിഡ് പൈ മോഡൽ. ഈ 3 മോഡൽസാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഹൈബ്രിഡ് പൈ മോഡലാണ്. അന്നേരം ഞാൻ ഈ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഇന്ന് ഡെലിവർ ചെയ്യുന്നത്. അതേപോലെ ഹൈബ്രിഡ് മോഡലും RE മോഡലും ട്രാൻസിസ്റ്ററിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, AC അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഹൈബ്രിഡ് മോഡലും RE മോഡലും ട്രാൻസിസ്റ്ററിൻ്റെ ലോ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈബ്രിഡ് പൈ മോഡലാണ്. അന്നേരം ഈ 2 മോഡലും ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാത്രമാണ്? ഹൈബ്രിഡ് പൈ മോഡൽ മാത്രമാണ്. നമുക്കിനി ഹൈബ്രിഡ് പൈ മോഡൽ എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ. അപ്പം ഹൈബ്രിഡ് പൈ മോഡൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മോഡൽ. It is widely used because we can use it in high frequency small signals, and after make it few simplifications we can use it for low frequency small signals. നമുക്ക് ഈ ഹൈബ്രിഡ് പൈ മോഡൽ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട്, ഹൈ ഫ്രീക്വൻസി സ്മാൾ സിഗ്നൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ലോ ഫ്രീക്വൻസി സ്മാൾ സിഗ്നൽസ്. നമുക്കത് ലോ ഫ്രീക്വൻസി സ്മാൾ സിഗ്നൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ തേർഡ് മോഡൽ. നമ്മൾ പറഞ്ഞു 3 മോഡലാണുള്ളത്: ഹൈബ്രിഡ് മോഡൽ, RE model and hybrid pi model. The third model, hybrid pi model, we can use for high frequency small signal as well as low frequency small signal. 2 അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും, വാട്ട് ഈസ് ദി റീസൺ ബിക്കോസ് ഓഫ് വിച്ച് വി ക്യാൻ യൂസ് ദ ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ഹൈ ഫ്രീക്വൻസി സ്മാൾ സിഗ്നൽസ് ആൻഡ് നോട്ട് ഹൈബ്രിഡ് മോഡൽ ആൻഡ് RE മോഡൽ? അല്ലേ, നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ എന്തുകൊണ്ട് നമുക്ക് ഹൈ ഫ്രീക്വൻസി സ്മാൾ സിഗ്നൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, മറ്റേ 2 മോഡലിനും എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ള ഒരു ചോദ്യം വരും. ഇൻ ദ കേസ് ഓഫ് ഹൈബ്രിഡ് പൈ മോഡൽ we include parameters that do not appear in earlier 2 models. നമ്മൾ ഇതിനകത്ത് ഹൈബ്രിഡ് പൈ മോഡലിൽ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പാരാമീറ്റേഴ്സ് ഏതിൽ വരുന്നില്ല? ഈ ഹൈബ്രിഡ് മോഡലിലും വരുന്നില്ല, RE മോഡലിലും വരുന്നില്ല. ആൻഡ് ദിസ് പാരാമീറ്റർ പ്രൊവൈഡ് മോർ ആക്യുറേറ്റ് മോഡൽ ഫോർ ഹൈ ഫ്രീക്വൻസീസ്. അന്നേരം ഈ പാരാമീറ്റേഴ്സ് ഈ ഒരു മോഡലിനെ ഹൈ ഫ്രീക്വൻസിക്ക് മോർ ആക്യുറേറ്റ് ആക്കി മാറ്റും. ഈ ഫിഗർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഫിഗറാണ്. This is the full hybrid pi model of a transistor. After some time we will perform some simplification and we will make it useful for low frequency as well. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളും വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡലിനെ നമുക്ക് എന്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ലോ ഫ്രീക്വൻസിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ
യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, so this is the full hybrid pi model of a transistor, and we can perform some simplification in this circuit for make it useful for low frequency application. ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫുൾ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ ദിസ് മോഡൽ model of transistor we have added parameters which only come into play at high frequencies. നമ്മൾ ഇതിനകത്ത് കുറച്ച് കമ്പോണൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സി പൈ സി മ്യൂ ഇതേപോലെയുള്ള കുറച്ച് കമ്പോണൻറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. These components only came into play at high frequencies like these inter-electrode capacitance and other parasitic elements. So first thing we have to do is to understand the parameters, what are they and what they represent. ഇതിനകത്തുള്ള ഓരോ കമ്പോണൻറ്റും എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും വേണം, എന്താണ് ഇത് ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ സി മ്യൂവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സി മ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു കപ്പാസിറ്ററാണ് അല്ലേ, കപ്പാസിറ്റർ സി മ്യൂ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എയർലി എഫക്റ്റ്. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എയർലി എഫക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, സി മ്യൂ എന്ന് പറയുന്ന ഈ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂഷ്വലി ജസ്റ്റ് ഫ്യൂ പൈക്കോഫാരഡ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറച്ച് പൈക്കോഫാരഡ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു ചെറിയ വാല്യൂ കപ്പാസിറ്റൻസ് ആണ് ഈ സി മ്യൂ എന്ന് പറയുന്നത്. അടുത്ത കപ്പാസിറ്റൻസ് ആണ് സി പൈ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. സി പൈ ഈസ് എ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. സി പൈ എന്ന് പറയുന്നത് എന്താണ്, ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് മൈനോരിറ്റി കാരിയർ സ്റ്റോറേജ് ഇൻ ബേസ് റീജിയൻ. അന്നേരം ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയണിലുള്ള മൈനോരിറ്റി ചാർജ് സ്റ്റോറേജ് അല്ലെങ്കിൽ മൈനോരിറ്റി കാരിയർ സ്റ്റോറേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സി പൈ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ എന്താണ്, ലെസ് ദാൻ 1 പൈക്കോഫാരഡ് ആയിരിക്കും. ഏതിൻ്റെ വാല്യൂ, ഈ സി പൈയുടെ വാല്യൂ വളരെ ചെറിയ വാല്യൂയിലുള്ള ഒരു കപ്പാസിറ്ററാണ്. അന്നേരം സി പൈയുടെ വാല്യൂയും വരുന്നത് എന്താ, ലെസ് ദാൻ 1 പൈക്കോഫാരഡ് ടു ഫ്യൂ പൈക്കോഫാരഡ്, എത്രയും ഒരു പൈക്കോഫാരഡ് റേഞ്ചിലായിരിക്കും ഏത് വരുന്നത്, ഈ സി പൈയുടെ വാല്യൂ വരുന്നത്. ദീസ് ആർ ദി 2 കപ്പാസിറ്റേഴ്സ് ഇൻ അവർ മോഡൽ. ഏതെല്ലാമാണ്, സി പൈയും അതേപോലെ സി മ്യൂ. നൗ വി വിൽ ടാക്ക് അബൌട്ട് ദ റെസിസ്റ്റൻസസ്. ഫസ്റ്റ് വി ടേക്ക് ആർ ബി. ഈ ഒരു റെസിസ്റ്റർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏതെല്ലാം റെസിസ്റ്റർ ഉണ്ട്, ആർ ബി ഉണ്ട്, ആർ പൈ ഉണ്ട്, ആർ മ്യൂ ഉണ്ട്, ആർ ഒ ഉണ്ട്. അന്നേരം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം, ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്ററിൽ നിന്ന് തുടങ്ങാം. ആർ ബി ഇൻക്ലൂഡ്സ് ദ റെസിസ്റ്റൻസ് ഡ്യൂ ടു ബേസ് കണക്ഷൻ. അന്നേരം ആർ ബി എന്ന് പറയുന്നത് എന്ത് റെസിസ്റ്റൻസ് ആണ്, ബേസ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ആർ ബി എന്ന് പറയുന്നത്. ഈ ആർ ബിയുടെ വാല്യൂയും വളരെ ചെറിയ വാല്യൂ ആണ്. സാധാരണയായിട്ട് ഈ ആർ ബി നമ്മൾ ഇനി അനാലിസിസിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ആർ ബി യൂസ് ചെയ്യാറില്ല, എത്ര ചെറിയ വാല്യൂ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ ഷോർട്ട് സർക്യൂട്ട്. നമുക്ക് ഈ ആർ ബി സാധാരണ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ആർ ബിയെ ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് ആർ പൈ. ആർ പൈ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ആർ പൈ റെസിസ്റ്റൻസ്. ആർ പൈ ഇസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ആർ പൈ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ടെർമിനൽ ആൻഡ് എമിറ്റർ ടെർമിനൽ. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടെർമിനൽ. ഈ പോയിരിക്കുന്ന ഈ കോമൺ പോയിൻ്റ് ഇതെല്ലാം എന്താണ്, ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലാണ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനലാണ്. അന്നേരം ആർ പൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ടെർമിനൽ ആൻഡ് എമിറ്റർ ടെർമിനൽ. ബേസ് ടെർമിനലിൻ്റെയും എമിറ്റർ ടെർമിനലിൻ്റെയും ഇടയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ആർ പൈ എന്ന് പറയുന്നത്. ഇനി ആർ മ്യൂ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർ മ്യൂ ചില ബുക്കിൽ ഈ ആർ മ്യൂവിന് പകരം ആർ യു എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആർ മ്യൂ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതെല്ലാം ടെർമിനലിന് ക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, ബേസിനും ഈ വരുന്ന ഇവിടം വരെ ബേസാണ് കേട്ടോ, ഈ ഒരു പോയിന്റ് വരെ ബേസാണ്. ഇത് കളക്ടറാണ്. അന്നേരം ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ടെർമിനൽ ആൻഡ് കളക്ടർ ടെർമിനൽ. ആർ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, ബേസ് ടെർമിനലിലും അതേപോലെ കളക്ടർ ടെർമിനലിലും ഇടയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ആർ മ്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഫാക്ട് വി കോൾ ആർ മ്യൂ ആസ് ടെർമിനൽ റെസിസ്റ്റൻസ്. അന്നേരം നമ്മൾ ഈ ഒരു ഫാക്റ്റ് കൊണ്ട് നമ്മൾ ഈ ആർ മ്യൂവിനെ
ടെർമിനൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. പിന്നെ കൂടാതെ ഈ ആർ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടിയൊരു വാല്യൂ ആണ്, എന്ന് വെച്ചാൽ വെരി ലാർജ് വാല്യൂ ആണ് ആർ മ്യൂ. അന്നേരം ഒരു റെസിസ്റ്ററിന് ലാർജ് വാല്യൂ ആണെങ്കിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ലാർജ് എന്ന് വരികയാണെങ്കിൽ ഈ ആർ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ ഈ ആർ മ്യൂ നമ്മൾ അനാലിസിസിൻ്റെ സമയത്ത് നമ്മൾ എടുക്കാറില്ല. ഓക്കെ, അന്നേരം ആർ മ്യൂ ഈസ് വെരി ലാർജ്, സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. നമുക്ക് ഈ ആർ മ്യൂവിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി ഒരു റെസിസ്റ്റൻസും കൂടെ ഉണ്ട്, ആർ ഒ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആർ ഒ ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ആർ ഒ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കളക്ടർ ടെർമിനൽ ആൻഡ് എമിറ്റർ ടെർമിനൽ. കളക്ടർ ടെർമിനലിനും എമിറ്റർ ടെർമിനലിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ആർ ഒ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യമാണ് ആർ പൈ എന്ന് പറയുന്നത് എന്താണ്? സ്മാൾ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ബേസിനും എമിറ്ററിനും ഇടയിലുള്ള സ്മാൾ റെസിസ്റ്റൻസ്. സി പൈ എന്ന് പറയുന്നത്, സി പൈ ഈ കപ്പാസിറ്റൻസ് ആണ്. ദിസ് ഈസ് ദി ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ, അല്ലെങ്കിൽ ബേസ് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ അല്ലെങ്കിൽ ബേസ് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ എന്ന് പറയാം. ഇനി അടുത്ത ആർ മ്യൂ എന്ന് പറയുന്നത് കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ് ആർ മ്യൂ. സി മ്യൂ എന്ന് പറയുന്നത് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. കളക്ടറിനും ബേസിനും ഇടയിലുള്ള ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ് സി മ്യൂ. ജി എം ഇൻറ്റു വി ബി എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സ് ടു ഇൻഡിക്കേറ്റ് ട്രാൻസിസ്റ്റർ ആക്ഷൻ. ആർ ഒ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ദിസ് ഈസ് ദി ജനറൽ മോഡൽ അല്ലെങ്കിൽ ഫുൾ മോഡൽ ഓഫ് ഹൈബ്രിഡ് പൈ മോഡൽ. ദർ ആർ 2 types ഓഫ് ഹൈബ്രിഡ് പൈ മോഡൽ ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ടും ഹൈബ്രിഡ് പൈ മോഡലിനെ രണ്ടായിട്ട് തിരിക്കാം. ഇൻ ദിസ് മോഡൽ വി ഹാവ് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. അത് നോക്കിയാൽ വി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ കറണ്ട് സോഴ്സ് വേരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അന്നേരം ഈ ജി എം ഇൻറ്റു വി ബി എന്ന് പറയുന്നതാണ് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. അന്നേരം ജി എം ഇൻറ്റു വി ബി ഈസ് എ കറണ്ട് സോഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് വി ബി. ഈ വി ബി എന്ന് പറയുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ കറണ്ട് സോഴ്സ് വേരി ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് പൈ മോഡൽ ഈസ് കോൾഡ് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഇതിന് പറയുന്ന പേരാണ് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ VCCS എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് വി ഹാവ് ബീറ്റ ഐ ബി ഇൻ ദ പ്ലേസ് ഓഫ് ജി എം ഇൻറ്റു വി ബി, ഈ ജി എം ഇൻറ്റു വി ബിക്ക് പകരം നമ്മളിവിടെ ബീറ്റ ഐ ബി എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ബീറ്റ ഐ ബി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, then that case we have കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതിന് പകരം ഇവിടെ ജി എം ഇൻറ്റു വി ബി ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ ബീറ്റ ഐ ബി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായി മാറും? ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സായി മാറും. കാരണം അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഐ ബി എന്ന് പറയുന്ന കറണ്ടാണ്. ഈ ഐ സി എന്ന് പറയുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ബീറ്റ ഐ ബി ആണ്, അല്ലേ? ബീറ്റ ഐ ബി ആണ് ഏതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഐ സിയെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ രണ്ട് പേരും വിളിക്കുന്നത് കേട്ടോ. അന്നേരം ഐ സിയെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഐ ബി ആണ്, അല്ലെങ്കിൽ ബേസ് കറണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്ന് വിളിക്കാം. അതേസമയം വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സിൽ ഐ സി എന്ന് പറയുന്നത് ജി എം ഇൻറ്റു വി ബി ആണ്. അന്നേരം അവിടെ ഈ ഐ സി എന്ന് പറയുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഈ വി ബി എന്ന് പറയുന്ന വോൾട്ടേജാണ്. അതുകൊണ്ട് അത് എന്താണ്? ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രോബ്ലമോ വല്ലതും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താണ് ഈ ആർ പൈ എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ എന്താണ് ആർ പൈയും ആർ ഇയും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ ഐ സി എന്ന് പറയുന്ന കളക്ടർ കറണ്ട് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, ഇതിലുള്ള ജി എം എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് DC കണ്ടീഷനും അതിനകത്തോട്ട് ഒരു AC സിഗ്നൽ കൊടുക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ആദ്യം നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡി സി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. അന്നേരം ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡി സി കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഇക്വേഷൻ എഴുതുകയാണേ. ഐ എന്ന് പറയുന്നത് എന്താണ്? എമിറ്റർ കറണ്ട്. എമിറ്റർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ആൽഫ. കോമൺ ബേസിലെ കറണ്ട് ഗെയിൻ ആണ് ഈ ആൽഫ എന്ന് പറയുന്നത്. അന്നേരം ഐയും ഐ സിയും തമ്മിലുള്ള റിലേഷനാണ് ഐ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ആൽഫ. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് ഐ ബി എന്ന് പറയുന്നത് എന്താണ്? ഐ ബി എന്ന് പറയുന്നത് ഐ സി ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. ഐ ബി എന്ന് പറയുന്നത് ഐ സി ഡിവൈഡഡ് ബൈ ബീറ്റ. ഇനി ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിനുള്ള ഇക്വേഷൻ ഐ സി എന്ന് പറയുന്നത് IO ഇൻറ്റു ഇ റൈസ് ടു വി ബി ഡിവൈഡഡ് ബൈ വി ടി ആണ്. ദിസ് ഈസ് ദി കളക്ടർ കറണ്ട് ഓഫ് ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കേസിലുള്ള കളക്ടർ കറണ്ടിനുള്ള ഇക്വേഷനാണ് ഐ സി ഈസ് ഈക്വൽ ടു IO ഇ റൈസ് ടു വി ബി ബൈ വി ടി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഇൻപുട്ട് സിഗ്നൽ ആഡ് ചെയ്യുകയാണ്. ഒരു ഇൻപുട്ട്സ് എ സി സിഗ്നൽ. ഇതെല്ലാം ഡി സി കണ്ടീഷനാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അന്നേരം ഇതിനകത്തോട്ട് നമ്മളൊരു ഇൻപുട്ട് എ സി സിഗ്നൽ ആഡ് ചെയ്യുകയാണ്. ലെറ്റ് ആൻ ഇൻപുട്ട് സിഗ്നൽ വി ബി ഈസ് അപ്ലൈഡ് ടു ദ ബേസ്. അന്നേരം വി ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ ഈ കളക്ടർ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ സി, ടോട്ടൽ കളക്ടർ കറണ്ടാണ്. ഐ സി എന്ന് പറയുന്നത് എന്തായി മാറും? IO ഇൻറ്റു ഇ റൈസ് ടു വി ബി പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, അതാണ് ഈ സ്മാൾ വി ബി. ഈ വി ബി എന്ന് പറയുന്നത് ബയാസിങ് വോൾട്ടേജ് ആണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത എ സി സിഗ്നലാണ്. അന്നേരം എ സി സിഗ്നൽ അപ്ലൈ ചെയ്തപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറി ഇ റൈസ് ടു വി ബി പ്ലസ് വി ബി ഡിവൈഡഡ് ബൈ വി ടി എന്നായി. ഓക്കെ, അന്നേരം ഈ ഇക്വേഷനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തതായി ഇതേ രീതിയിൽ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു I0 ഇ റൈസ് ടു വി ബി ബൈ വി ടി ഇൻറ്റു ഇ റൈസ് ടു വി ബി ഡിവൈഡഡ് ബൈ വി ടി എന്ന് എഴുതാം. ഓക്കെ, അന്നേരം എന്താ നോക്കേ, ഈ ഒരു ടേം ഈ കാണുന്ന ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഈ ഐ സിയുടെ വാല്യൂ തന്നെയാണ് അല്ലേ. അന്നേരം നമുക്ക് ഈ ഐ സിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഐ സി ഇവിടെ വന്നപ്പോൾ സ്മാൾ ഐ സി എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐ സിക്കകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ഡി സി മാത്രമേ ഉള്ളൂ. ഇതിനകത്തോട്ട് നമ്മളൊരു എ സി സിഗ്നൽ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള കളക്ടർ കറണ്ടാണ്, അതാണ് ഈ ഐ സി ഇട്ടത്. ഈ ഐ സി എന്ന് പറയുന്നത് നമ്മുടെ ഡി സി ബയാസ് ചെയ്ത സമയത്തെ ഐ സി ആണ്. ഇവിടെ നമ്മളൊരു എ സി സിഗ്നലും കൂടെ കൊടുക്കുമ്പോഴുള്ള പുതിയ കറണ്ടാണ് ഈ ഐ സി എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്? എ സിയും കാണും, അതേപോലെ ഡി സിയും കാണും. അന്നേരം എന്താ നോക്കേ, ഈ ഐ സിയുടെ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെ മാറിയെന്ന് നോക്ക്. I0 ഇ റൈസ് ടു വി ബി ബൈ വി ടി ഇൻറ്റു ഇ റൈസ് ടു വി ബി ബൈ വി ടി. ഈ I0 ഇ റൈസ് ടു വി ബി ബൈ വി ടി എന്ന് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഐ സി ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഐ സി ഇ റൈസ് ടു വി ബി ബൈ വി ടി എന്ന് എഴുതാം. ഇ റൈസ് ടു വി ബി ബൈ വി ടി എന്ന് എഴുതാം. ഇനി ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അന്നേരം നമുക്ക് ഈ ഇ റൈസ് ടു വി ബി ബൈ വി ടിയെ നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ്? 1 പ്ലസ് വി ബി ബൈ വി ടി ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ പോകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വി ബി എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വി ബി എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ വി ടി ആണ്. എന്ന് വെച്ചാൽ വി ടി എന്ന് പറയുന്ന ഒരു ലാർജ് വാല്യൂ ആണ്. അതിനെക്കാട്ടിയും വളരെ ചെറുതാണ് വി ബി എന്ന് പറയുന്നത്. അന്നേരം ഇതിൻ്റെ ഒരു സ്ക്വയർ വരുമ്പോഴത്തേക്കും അത് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഈ 2 ടേം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. അന്നേരം നമുക്ക് ഇക്വേഷൻ ഈ ഐ സി ഇ റൈസ് ടു വി ബി ബൈ വി ടിയെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഐ സി ഇൻറ്റു 1 പ്ലസ് വി ബി ഇ ബൈ വി ടി. ഐ സി ഇൻറ്റു 1 പ്ലസ് വി ബി ഇ ബൈ വി ടി. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഐ സി പ്ലസ് എന്താണ്? ഐ സി വി ബി ബൈ വി ടി എന്ന് കിട്ടും. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ടൈം ഐ സി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡി സി കമ്പോണൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബയാസിങ്ങിൻ്റെ സമയത്തുള്ള കളക്ടർ കറണ്ടാണ്. ഈ സെക്കൻഡ് കാണുന്ന ഐ സി ഇൻറ്റു വി ബി ബൈ വി ടി എന്ന് പറയുന്നതാണ് ഇതിനകത്ത് സിഗ്നൽ കമ്പോണൻ്റ് ഓഫ് ഈ കളക്ടർ കറണ്ട്, സിഗ്നൽ കമ്പോണൻ്റ് ഓഫ് കളക്ടർ കറണ്ട്. അന്നേരം നമുക്ക് ആ സിഗ്നൽ കമ്പോണൻ്റ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ്
ഐ സി ഈസ് ഈക്വൽ ടു നമുക്ക് സിഗ്നൽ കമ്പോണൻറ്റ് മാത്രം കൺസിഡർ ചെയ്ത് നമുക്കിങ്ങനെ എഴുതാം ഐ സി വി ബി ഇ ബൈ വി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ജി എം എന്ന് പറയുന്നത് ഐ സി ബൈ വി ടി ആണ്. അന്നേരം ഐ സി ബൈ വി ടി എന്ന് പറയുന്നത് എന്താണ്? ജി എം ആണ്. അന്നേരം നമുക്ക് ഇവിടുത്തെ ഈ ഇക്വേഷനെ ഐ സിയെ നമുക്ക് ഇങ്ങനെ എഴുതാം ഐ സി ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ബി ബി ഇ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ അവിടെ ആ ഒരു കറണ്ട് സോഴ്സ് നമ്മൾ ആ സ്മാൾ സിഗ്നൽ മോഡലിൽ ആ കളക്ടർ കറണ്ടിന് പകരം നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആക്കി എഴുതപ്പോൾ നമ്മൾ ഐ സിക്ക് പകരം ഇട്ട ഇക്വേഷനാണ് ഈ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. ഐ സി ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു വി ബി ഇ എന്ന് നമുക്ക് കിട്ടിയത്. ഇനി ആ ജി എമ്മിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ജി എം ഈസ് ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ബി ടി ആണ് ജി എമ്മിൻ്റെ ഇക്വേഷൻ. ഇത് എല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഇക്വേഷൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എഴുതിയത് നമ്മുടെ എന്താണ് ബേസ് കറണ്ടിനുള്ള ഇക്വേഷൻ ഐ ബി എന്ന് പറയുന്നത് എന്താണ്? ഐ സി ഡിവൈഡഡ് ബൈ ബീറ്റ ആണ് അല്ലേ? ഐ ബി ഈസ് ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ബീറ്റ. അന്നേരം ഐ സിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ജി എം ഇൻറ്റു വി ബി ഇ എന്ന് കിട്ടി. അന്നേരം ജി എം ഇൻറ്റു വി ബി ഇ ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് നമുക്ക് എഴുതാം. ഐ ബിയുടെ ഇക്വേഷൻ ജി എം ഇൻറ്റു വി ബി ഇ ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് എഴുതാം. ഇനി നമുക്ക് സ്മാൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ അതിനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു? ആർ പൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അന്നേരം ഇൻപുട്ടിൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ്. അന്നേരം ഞാനിവിടെ ഒരു ട്രാൻസിസ്റ്റർ വരച്ചു. ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ, ഇതാണ് എമിറ്റർ, ഇതാണ് കളക്ടർ, ഇതാണ് ബേസ്. ഓക്കെ, ദിസ് ഈസ് അവർ ട്രാൻസിസ്റ്റർ. അന്നേരം ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ്, ഇതിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് വി ബി ഇ സ്മാൾ ബി ഇ. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് വി ബി ഇ. അതേപോലെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഐ ബി ആണ്. സോ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് അല്ലേ റെസിസ്റ്റൻസ്. അന്നേരം നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഐ ബി. സോ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ പൈക്ക് പകരം വി ബി ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു വി ബി ഇ ഡിവൈഡഡ് ബൈ ഐ ബിക്ക് പകരം നമുക്ക് ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്താണ്? ജി എം വി ബി ഇ ഡിവൈഡഡ് ബൈ ബീറ്റ. ഈ ബീറ്റ അങ്ങ് മേളിൽ പോവും. അന്നേരം നമുക്ക് എന്ത് കിട്ടി? ഈ വി ബിയും ക്യാൻസലായി. നമുക്ക് എന്തെന്ന് കിട്ടി? ബീറ്റ ബൈ ജി എം. അന്നേരം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണം. ആർ പൈ ഇസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ ബൈ ജി എം എന്ന് നമുക്കിവിടെ കിട്ടി. ഇത് ഓർത്തിരിക്കുക. ആർ പൈ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ ജി എം. ഇനി നമുക്ക് പിന്നെയും ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ബീറ്റ ബൈ ജി എം എന്ന് വെച്ചാൽ എന്താണ്? ഐ സി ഡിവൈഡഡ് ബൈ ബി ടി ആണ്. നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടില്ലേ ഐ സി ബൈ ബി ടി. അന്നേരം നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? ഐ സി ബീറ്റ ബൈ ഐ സി ഇൻറ്റു വി ടി എന്ന് എഴുതാം. എന്താ നോക്കേ, ഐ സി ബൈ ബീറ്റ എന്ന് പറയുന്നത് ഐ സി ബൈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഐ ബി ആണ്. അന്നേരം ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വി ടി ബൈ ഐ ബി എന്ന് എഴുതാം, വി ടി ബൈ ഐ ബി. സോ ദീസ് ആർ ദി ഇക്വേഷൻസ് ഫോർ ആർ പൈക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ബീറ്റ ബൈ ജി എം, അതേപോലെ ബി ടി ബൈ ഐ ബി, അല്ലെങ്കിൽ ബീറ്റ വി ടി ബൈ ഐ സി. ദീസ് ആർ ദി ഇക്വേഷൻസ് ഫോർ ആർ പൈ. ഇനി വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മളെ എമിറ്റർ കറണ്ട് ഐ ഇ. എമിറ്റർ കറണ്ട് കണ്ടുപിടിക്കാനോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇ എന്ന് പറയുന്നത് എന്താണ്? ഐ സി ബൈ ആൽഫയാണ്. ഐ ഇ എന്ന് പറയുന്നത്. ഐ സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ജി എം ഇൻറ്റു ബി പി ഡിവൈഡഡ് ബൈ. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഐ ഇക്കുള്ള ഇക്വേഷൻ ഈ രീതിയിൽ എഴുതാം. ചിലപ്പം പ്രോബ്ലത്തിൽ ഇൻ കേസ് ആർ ഇയുടെ ടൈമിലോ എല്ലാം തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ആർ പൈയും അതേപോലെ ആർ ഇയും തമ്മിലുള്ള റിലേഷൻ, ആർ പൈയും ആർ ഇയും തമ്മിലുള്ള റിലേഷനാണ് ആർ പൈ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ആർ പൈ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ആർ പൈ ആൻഡ് ആർ ഇ. ഇനി ഹൈബ്രിഡ് മോഡൽ നമുക്ക് പഠിക്കാനില്ല, പക്ഷേ ചില യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പണ്ടൊക്കെ ഹൈബ്രിഡ് മോഡൽ വെച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് ചിലപ്പം തരും. അന്നേരം അത് വെച്ചിട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്.
ദാറ്റ് ഈസ് RO ഈസ് ഈക്വൽ ടു 1/HOE. ഈ HOE എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഓഫ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് അഡ്മിറ്റൻസിനുള്ള ഇക്വേഷനാണ് ഇത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ഈ സ്മാൾ സിഗ്നൽ, നമ്മൾ ഈ ഹൈബ്രിഡ് പൈ മോഡലുമായിട്ടുള്ള സ്മാൾ സിഗ്നൽ മോഡലിന് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. നമുക്കിപ്പം വേണ്ടുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള RPയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ IC കളക്ടർ കറണ്ടിനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ GM×VB ആണ് കളക്ടർ കറണ്ട് എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരികയാണ്. ഇത് നമ്മുടെ ഫുൾ ഹൈബ്രിഡ് പൈ മോഡലാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഹൈ ഫ്രീക്വൻസി അനാലിസിസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫുൾ ഹൈബ്രിഡ് പൈ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു, ഈ ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ലോ ഫ്രീക്വൻസി അനാലിസിസിനും അതേപോലെ ഹൈ ഫ്രീക്വൻസി അനാലിസിസിനും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സോ നൗ വി വിൽ സിംപ്ലിഫൈ ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ സോ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ലോ ഫ്രീക്വൻസി analysis. I told you the RB resistance is very small, so we can replace it with short circuit. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ RB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് ഈ RB റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. അന്നേരം ഞാൻ ഈ RBയെ മാറ്റിയിട്ട് പകരം ഷോർട്ട് സർക്യൂട്ട് ആക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് ഈ സർക്യൂട്ടിനെ, ഈ ഹൈബ്രിഡ് പൈ മോഡലിനെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ RB മാറി പകരം എന്ത് വന്നു? ഷോർട്ട് സർക്യൂട്ട് വന്നു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? RMU ഇസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ഇറ്റ് ഈസ് എ വെരി ലാർജ് വാല്യൂ അല്ലേ? സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ ഓപ്പൺ സർക്യൂട്ട്. നമുക്കിതിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ RMU എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്ററിനെ എടുത്ത് മാറ്റുകയാണ്. സോ RMU എന്ന് പറയുന്ന റെസിസ്റ്റർ ഞാൻ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ലോ ഫ്രീക്വൻസി അനാലിസിസിനുള്ള സ്മാൾ സിഗ്നൽ മോഡലാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ XC എന്ന് പറയുന്നത് 1/2πfc ആണ് അല്ലേ? കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XC ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിക്ക് എഫിൻ്റെ ലോ വാല്യൂവിന് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും അല്ലേ? അന്നേരം ഫ്രീക്വൻസി കുറവാകുമ്പോഴത്തേക്കും റിയാക്റ്റൻസ് മാക്സിമം ആയിരിക്കും. റിയാക്റ്റൻസ് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് മാക്സിമം എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്തുപോലെ ആക്ട് ചെയ്യും? കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അന്നേരം ഒന്നുകൂടെ പറയാം, നമ്മൾ ലോ ഫ്രീക്വൻസിക്കുള്ള ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കുകയാണ്. അന്നേരം ലോ ഫ്രീക്വൻസിയുടെ കേസിൽ ഈ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. റിയാക്റ്റൻസ് മാക്സിമം മീൻസ് കപ്പാസിറ്റർ ബിഹേവ്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. അന്നേരം ഈ രണ്ട് കപ്പാസിറ്ററും എന്തുപോലെ ആക്ട് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ വി ക്യാൻ റിമൂവ് ദീസ് കപ്പാസിറ്റേഴ്സ് ഫ്രം ദ സർക്യൂട്ട്. സോ ആ കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്തു അല്ലേ? ഇനി ഇതിനെ നമുക്കൊന്ന് മോഡി വരുത്താം. നമ്മൾ ഈ റിമൂവ് ചെയ്ത എല്ലാം ഒന്ന് മാറ്റി ഒന്ന് അടിപൊളിയാക്കി എടുത്താൽ നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ രീതിയിലാവും. ദിസ് ദി ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ഫ്രീക്വൻസി. ഇതാണ് ലോ ഫ്രീക്വൻസിക്കുള്ള ഫ്രീക്വൻസിക്കുള്ള കറസ്പോണ്ടിങ് ഹൈബ്രിഡ് പൈ മോഡൽ. ദിസ് ഈസ് ദി ലോ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. സോ നമ്മളിനി അനാലിസിസ് ചെയ്യുമ്പം ലോ ഫ്രീക്വൻസി അതേപോലെ മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് വി ആർ റീപ്ലേസിങ് ട്രാൻസിസ്റ്റർ ബൈ ദിസ് മോഡൽ. ഈ ഒരു മോഡൽ വെച്ച് നമ്മൾ എന്തിനെ റീപ്ലേസ് ചെയ്യും? ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ടായിരിക്കും അനാലിസിസ് നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈക്വലന്റ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? വി കനോട്ട് അപ്ലൈ നെറ്റ്വർക്ക് തിയറംസ് ഡയറക്ട്ലി ഓൺ ദ പ്രാക്ടിക്കൽ ഡിവൈസ്. നമുക്ക് നെറ്റ്വർക്ക് തിയറംസ് പ്രാക്ടിക്കൽ ഡിവൈസിലോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് ദ ഈക്വലന്റ് മോഡൽ ടു യൂസ് ദിസ് തിയറം. നമുക്ക് ഈ തിയറംസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഈക്വലന്റ് മോഡൽ വേണം ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വലന്റ് മോഡൽ വേണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈക്വലന്റ് മോഡൽ എന്താണെന്ന് പഠിച്ചു, വൈ ഈക്വലന്റ് മോഡൽ എന്നുള്ള പഠിച്ചു, ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പഠിച്ചു. അന്നേരം ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ
ജനറൽ ഡയഗ്രം നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഫുൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ അത് ലോ ഫ്രീക്വൻസിക്ക് നമുക്ക് എങ്ങനെ അതിനെ റീഡ്രോ ചെയ്യാമെന്നുള്ളതും മനസ്സിലാക്കി. ഇന്നത്തെ ഈ ഒരു ലെക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. സീ യു.